തന്നെ സാൻഡ്രനെ വിളിച്ചേ. സാൻഡ്ര ഇങ്ങനെ തീക്ഷ്ണമതിയായിട്ടിരിക്കുകയാണ്. സാൻഡ്ര പറഞ്ഞോ, എന്താണ് സാൻഡ്രയുടെ ഡൗട്ട്? ഇറ്റ്സ് എ റോങ് ആൻസർ. ഐ ആം റിയലി സോറി. ഓക്കെ, മാർക്കില്ല. അതായത് 0.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുമ്പോൾ മക്കൾ ആദ്യം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര പ്ലേസസ് ഉണ്ട് നോക്കാം. എത്ര പ്ലേസസ് ഉണ്ട്? 1 പ്ലേസ്. അപ്പോൾ നമ്മുടെ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ടാവും. 1ന്റെ ട്വൈസ് നമ്പർ ഓഫ് പ്ലേസസ് ഉണ്ടാവും. എന്നിട്ട് പോയിന്റ് ഇല്ലാതെ നമ്പറിന്റെ സ്ക്വയർ കാണാം. 5ന്റെ സ്ക്വയർ എത്രയാ? അത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതാം. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തെറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ സാർ ഇങ്ങനെ പഠിപ്പിച്ചത്. ഉണ്ടായില്ലേ? ആണോ? ആ ഓക്കെ, കുഴപ്പമില്ല. മിസ്റ്റേക്സിലൂടെയാണ് നമ്മൾ ലേൺ ചെയ്യണേ. ഡോണ്ട് വറി. ഓക്കെ, യെസ്. ആരാണ്? ഹന. ഹന മേരി ഷിജു ചോദിച്ചോ മോളെ. ആ ഒരു ഹാഫ് മാർക്ക് കൊടുത്തോ, അല്ലെങ്കിൽ ഫുൾ എഴുതിയവർക്ക് മാർക്ക് കിട്ടൂല. ഹാഫ് കൊടുത്തോ, പകുതി മാർക്ക് കൊടുത്തോ. ഓക്കെ, യെസ്. മാർക്ക് കളയാൻ വേണ്ടി സാറ് 36 ഇട്ടാണ്. എക്സ്ട്രാ ഓർഡിനറി കുറച്ച് പേർക്ക് ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, മോൾ എക്സ്ട്രാ ഓർഡിനറി തന്നെയാണ്. ചെറിയൊരു സാധനം മിസ്സായി, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. റബ. യെസ് ഡാർലിംഗ്, പറയൂ. റബയുടെ ബാഗാണ് പുറകില്. നല്ല ബാഗാണ്. ഐ ലൈക്ക് ഇറ്റ്. നല്ല സെലക്ഷൻ. ഓക്കെ, പറഞ്ഞോ. 0 ഇല്ലെങ്കിൽ ഒരു ഹാഫ് മാർക്ക് കുറച്ചാൽ മതി. ഫുൾ മാർക്ക് കിട്ടില്ല. യു വിൽ ഗെറ്റ് ഹാഫ് മാർക്ക്. 1 ആണെങ്കിൽ 1ന്റെ ഹാഫ് 1/2 കിട്ടും. ഓക്കെ, യെസ്. അമാനുൽ. എടാ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയൊക്കെ മാറ്റടാ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി തന്നെയല്ലേ സാർ ഇത്? അല്ലല്ലേ, വേറെ അല്ലേ സാർ? ഇത് റൊണാൾഡോ ഫാനാണല്ലേ? ഓക്കെ, പറഞ്ഞോടാ. അൺമ്യൂട്ട് ചോദിച്ചേ. ഹലോ പറഞ്ഞേ. ആ പറഞ്ഞോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 2/5ന്റെ സ്ക്വയർ കാണാനാണോ? 36ന്റെ സ്ക്വയർ, 36ന്റെ ഫാക്ടേഴ്സ് അല്ലേ? 36നെ ഏതൊക്കെ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആക്കി എനിക്ക് എഴുതാൻ പറ്റും? 1 × 6 പറ്റും, അല്ലെ 1 × 36 പറ്റും, 36. ഓക്കെ, 2 × 18 36 അല്ലേ? ആ, 3 × 12 36 ആണ്. 4 × 9 36 ആണ്. 5 × പറ്റുമോ? 5 × ഒന്നുമില്ല. പിന്നെ 6 × 6ഉം 36 ആണ്. അപ്പൊ ഫാക്ടേഴ്സ് 1 2 3 4 6, പിന്നെ 9 12 18 36. ഇത്രയും ഫാക്ടേഴ്സ് എഴുതിയിട്ടുണ്ടാവണം. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ഫുൾ മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഹാഫ് മാർക്ക് കിട്ടും. ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ഹാഫ് കിട്ടും. അപ്പൊ പകുതി മാർക്ക്. അതല്ല അതിന്റെ ലോജിക്ക്. ഓക്കെ, യെസ്. ആ 121 1.1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മോൻ ഏന്നാ? അതായത് 1.1 സ്ക്വയർ ഡെസിമൽ ഉള്ള നമ്പർ അല്ലേ? ഡെസിമൽ പ്ലേസ് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ നമ്മളുടെ ആൻസറിൽ സ്ക്വയർ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആൻസറിൽ 2 പ്ലേസസ് ഉണ്ടാവും. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ ആണെങ്കിൽ സ്ക്വയറിൽ 2 പ്ലേസ് ഉണ്ടാവും. 2 നമ്പർ ആണെങ്കിലാ 4 പ്ലേസസ് ഉണ്ടാവും. ഇനി പോയിന്റ് ഇല്ലാതെ വരുമ്പോ ഇത് എന്ത് നമ്പർ ആവും? 11 ആവും. 11 സ്ക്വയർ എത്രയാണ്? 121. ഈ 121 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയാൽ മതി. 1 2 1.21. ഓക്കെ, യെസ്. നെക്സ്റ്റ് നേഹാൻ ചോദിച്ചോ. Fourth question, like write the factors of 36 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ 4 ആണ്. every perfect squares ends with
കുറച്ച് നമ്പേഴ്സ് നമ്മൾ പഠിച്ചില്ലേ, എവറി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് yeah, it's correct. It's correct. 149,605. It's correct answer. But I didn't write 0. You didn't write 0. Sorry, man. I'm really sorry. You'll get only half marks. Okay? Sir, and first question I wrote 0 to 378. 0 is not the right answer. Okay. 2378. Numbers ending with 2378 will not be a perfect square. So 0.5. Yeah, 0.5 marks. Thank you. Just to make sure that you don't repeat the mistake next time. That's why. Okay? Okay. Yes. Joanna. ചോദിച്ചോ മോളെ. ഫോർത്തും സിക്സ്തും ഓഫ് അതിബുദ്ധിമാൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ മോള്? ബ്രാക്കറ്റ് കണ്ടപ്പോ 2 സ്ക്വയർ ഇട്ട് കൊടുത്താണ്. അങ്ങനെ ചെയ്യരുത്. 2 സ്ക്വയർ ഇട്ട് കൊടുക്കേണ്ടത് 2/5 ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ചെയ്യണമെങ്കിൽ 2 സ്ക്വയർ കൊടുക്കണം, 5 സ്ക്വയർ കൊടുക്കണം. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കണത് 0.5 സ്ക്വയർ അല്ലേ മോള് ചോദിച്ചത്? ഏത് ക്വസ്റ്റ്യൻ ആണ്? 0.5 സ്ക്വയർ അല്ലേ? 0.5 സ്ക്വയർ. 0.5 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ ഉള്ള നമ്പറിന്റെ സ്ക്വയർ കാണാൻ ഉദ്ദേശിച്ചേക്കണേ. 2.5 സ്ക്വയർ കറക്റ്റ് ആയി. 0 സ്ക്വയർ 0 ആണല്ലോ, അങ്ങനെ കറക്റ്റ് ആയല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയേ 2.5 സ്ക്വയറിന്റെ സ്ക്വയർ കാണണം, 2.5ന്റെ സ്ക്വയർ കാണണം. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ട്? ഏതൊരു ഡെസിമൽ നമ്പറിന്റെയും സ്ക്വയർ കാണാനാണ് സാറ് പഠിപ്പിക്കണേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ എത്ര ആൾക്കാരുണ്ടാവും? ഇനി പോയിന്റ് ഇല്ലാതെ ഇമാജിൻ ചെയ്തേ. 25ന്റെ സ്ക്വയർ എത്രയാണ്? 25ന്റെ സ്ക്വയർ 125. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് അറിയാനായിട്ട് ഒന്നുമില്ല. പറ. 625. അപ്പൊ 25ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് എഴുതണം. ക്ലിയർ ആണ്? 5 2 6 6.24. ക്ലിയർ ആണ്? ഇങ്ങനെ ചെയ്ത് പഠിക്കണോട്ട് എപ്പോഴും, അപ്പൊ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, യെസ്. ഇല്ല, ഓർഡറിൽ എഴുതണമെന്നില്ല. എല്ലാ നമ്പേഴ്സും ഉണ്ടായാൽ മതി. 14960 ഉണ്ടായാൽ മതി. 5 കൂടി. ഓക്കെ, വെരി ഗുഡ്, മതി. ഫുൾ മാർക്ക് കൊടുക്കാം. അവന്തിക പരമേശ്വരൻ. യെസ്, അനുപമ പരമേശ്വരൻ, അവന്തിക പരമേശ്വരൻ. ആരെങ്കിലും ആയിട്ട് വരുമോ? ഇല്ല. അവനിക പരമേശ്വരൻ. സോറി, ഞാൻ പറഞ്ഞില്ലേ 50 വയസ്സായി, കണ്ണു പിടിക്കൂല, കണ്ണട വെച്ചിട്ടില്ല, അതാണ്. ഓക്കെ, പറഞ്ഞോ. ഏതാണ് ക്വസ്റ്റ്യൻ? യെസ്. അതായത് എവറി പെർഫെക്റ്റ് സ്ക്വയർ എൻഡ്സ് വിത്ത് മോള് 5ഉം 9ഉം മാത്രമേ എഴുതിയുള്ളൂ. അര മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതില് 2ഉം 3ഉം 7ഉം 8ഉം എഴുതണം. അര മാർക്ക്. ഓക്കെ, മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യാനിരിക്കാൻ. ഓക്കെ, യെസ്. ആയുഷ് രഞ്ജിത്ത് തന്നെയല്ലേ? യെസ്. ആയുഷ പറഞ്ഞോ. ഒരു അരമാർക്ക് കുറച്ചു, അത്രേ ഉള്ളൂ. നല്ല കാര്യം. ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 36ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ളതായിരുന്നു. കാരണം നിങ്ങൾ റെഗുലർ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അരമാർക്ക് കുറച്ചാൽ മതി. അല്ലെങ്കിൽ അടുത്ത തവണ മിസ്റ്റേക്ക് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, 9.5 മാർക്കായ. 10ൽ 9.5 ഉള്ളപ്പാ. 10ൽ 9.5 കുഴപ്പമില്ല, അടുത്ത തവണ ഫുള്ള് മേടിക്കാം. ഓക്കെ, യെസ്, വെരി ഗുഡ്. നല്ല മാർക്കാണ്. 9.5 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസാര മാർക്കല്ല, നല്ല മാർക്കാണ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. മീനാക്ഷി കുട്ടി പറയൂ. ഇല്ല, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തന്നെ എഴുതണം. കൗണ്ടിങ് നമ്പേഴ്സ് ഇല്ല, നാച്ചുറൽ നമ്പേഴ്സിൽ 0 വരില്ല.
പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ 0 ഇല്ല, വരൂല. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4 എക്സെട്ര. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് അല്ലേ. 0 നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല. അപ്പൊ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് 1, 2, 3, 4 എക്സെട്ര. ഇതിന്റെ സ്ക്വയേഴ്സ് ആണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 4ന്റെ സ്ക്വയർ 16. ഈ നമ്പേഴ്സിനെയാണ് എന്ത് പറയാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ 0 വരുമോ? ഇല്ല. ക്ലിയർ ആണോ? പിന്നെ മോള് പറഞ്ഞ ലോജിക്കലും ഒരു തെറ്റുണ്ട്. കാരണം കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. മനസ്സിലായ? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, യെസ്. ആരാണ്? അനാമിർ. സാറ വരാട്ട, സാറ വെയിറ്റ് ചെയ്യാ വരാട്ട. സാറ് എല്ലാവരും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടേ പോവുള്ളൂ. ഡോണ്ട് വറി. ഓക്കെ, യെസ്. അനാമിർ ചോദിച്ചോടാ. എന്താണ് പേര്? അനമിത്രു. സോറി എടാ, ഞാൻ പറഞ്ഞില്ല 50 വയസ്സായി, കണ്ണട വെച്ചിട്ടില്ല, കണ്ണടിച്ചു പോയി, അതാണ്. അനമിത്രു. ഓക്കെ, കൈൻഡ്ലി അപ്പോളജൈസ്. ആ പറഞ്ഞോ. 0ന്റെ എന്ത്? 0യിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ ആണോ? ആ ആ അതായത് 60യുടെ സ്ക്വയറിൽ എത്ര സീറോസ് ഉണ്ടെന്നാ ചോദിച്ചേക്കണേ. മനസ്സിലായ? നാമിത്രന്റെ ചോദ്യം മനസ്സിലായ? 60യുടെ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര സീറോസ് ഉണ്ട്? ഞാനപ്പോ 60യുടെ സ്ക്വയർ എടുത്ത് നോക്കി. ഓക്കെ, 60യുടെ സ്ക്വയറിൽ ആദ്യം 6ന്റെ സ്ക്വയർ എത്രയാ? 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 0 എത്രണ്ണുണ്ട്? 0 എത്രണ്ണുണ്ട് ഇവിടെ? ഒരെണ്ണം. ഇവിടെ ഒരെണ്ണം. സ്ക്വയർ എടുക്കുമ്പോൾ 2 എണ്ണം വരും. അപ്പൊ ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. അത്രേ ഉള്ളൂ. അത്ര എഴുതിയാ മതി. ഇതാണെന്ന ഡൗട്ട്? ആ 2 സീറോസ് എന്ന് എഴുതിയാ മതി. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. യെസ്. എന്റെ പൊന്നോ, പട്ടിച്ചു പോയായിരിക്കില്ലേ വീട്ടിൽ നിന്ന്? ആണാ? ആ കസിന്റെ ഫോട്ടോ ഒന്ന് അടുത്ത ദിവസം കാണിക്കണോട്ടെ. എന്നെ അടുത്ത ദിവസം വരുമ്പോ കാണിച്ചാൽ മതി. എന്നാ വേണ്ട. എന്നിട്ട് അതും പറഞ്ഞോണ്ട് എനിക്ക് ഫോൺ മേടിക്കാനല്ലേ? വേണ്ട, ആ കുറ്റം എനിക്ക് തരരുത് പ്ലീസ്. ഓക്കെ, ആ പാപം ഞാൻ ആ പാപത്തിൽ ഞാൻ പങ്കല്ല. ഓക്കെ, ഫോൺ അതും പറഞ്ഞ ഫോൺ മേടിക്കുക, അതാണ്. ഓക്കെ, അടുത്ത ആൾ വിളിച്ചോ സാറേ. ആരാണ്? സഹറ. താങ്ക് യു ഫോർ വെയിറ്റിംഗ്. യെസ്. 2/5ന്റെ സ്ക്വയർ കാണാനല്ലേ? 2/5ന്റെ കൂടെ ഒരു ബ്രാക്കറ്റ് കണ്ടാ മോള്? അപ്പൊ ഈ ബ്രാക്കറ്റ് മീൻ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ 2നും കൊടുക്കണം 5നും കൊടുക്കണം. അപ്പൊ 2ന്റെ സ്ക്വയർ ബൈ 5ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയാ? 4. 5ന്റെ സ്ക്വയർ എത്രയാ? ആ ചോര അങ്ങോട്ട് കേറി വന്നാണ്. 25. ഓക്കെ, യെസ്. മനസ്സിലായ? 4/25 വന്നത് മനസ്സിലായ? മോള് വെറുതെ 1/2ന്റെ സ്ക്വയർ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോഴേക്കും സാർ തിരിച്ചു വരാം. ഓക്കെ, യെസ്. ആരാണ്? അസ്ര. ചോദിച്ചോടാ അസ്ര. യെസ്, പറഞ്ഞോ മോളെ. Question number 2. What are the factors of 36 ആണോ? അപ്പൊ അരമാർക്ക് കൊടുത്താൽ മതി. നമുക്ക് ബാക്കി കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. സാർ എഴുതി കാണിച്ചില്ല? ഇത് കണ്ട, 2 × 18 ഉണ്ട്, 3 × 12 ഉണ്ട്, 4 × 1. ഞാനൊരു ഇച്ചിരി ടഫാക്കി ഒരു ക്വസ്റ്റ്യൻ ഇട്ടാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മിസ്റ്റേക്ക് പറ്റിയാൽ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട. അടുത്ത തവണ ഈ മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് സാറ് ഇങ്ങനെ ഇട്ടത്. മനസ്സിലായ? ഈ പരീക്ഷ നിങ്ങളുടെ മെയിൻ എക്സാമിന് വരികയാണെങ്കിൽ നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്തൂലേ മോള്? അത് വരുത്താതിരിക്കാൻ ഇപ്പൊ വന്നു കരുതിയാ. ഉമ്മ മാർക്ക് തന്നില്ലേ? ഉമ്മ എന്റെ വക ഒരു ഡബിൾ തംസ് അപ്പ് ഉമ്മയ്ക്ക്. ഓക്കെ, ഇങ്ങനെ വേണം ഉമ്മമാരായാൽ. 1 മാർക്ക് പോലും കൊടുത്തില്ല, അരമാർക്ക് പോലും തന്നില്ല.
വെരി ഗുഡ്, കുഴപ്പമില്ല മോളെ. ഇപ്പൊ CBSE മോള് ബോർഡ് എക്സാം എഴുതൂലേ, അങ്ങനെ എഴുതുമ്പോ ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വന്നാൽ ചിലപ്പോൾ സാർ ഇങ്ങനെ 0 ഇട്ട് തരും. ആ ഒരു കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് ഇപ്പോഴേ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കാൻ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ പെർഫെക്ഷനിലോട്ട് എത്താൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഉമ്മ മാർക്ക് കുറയ്ക്കുന്നത്, അല്ലാണ്ട് മോളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. മോളുടെ ഗ്രേറ്റർ ഗുഡ് കണ്ടിട്ടാണ് മാർക്ക് കുറയ്ക്കണേ, മനസ്സിലായ? അല്ലെങ്കിൽ ഇപ്പൊ മോള് എന്ത് ചെയ്യും, ചില ക്വസ്റ്റ്യൻസ് മോൾ ഇതേപോലെ ചിലപ്പോൾ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോവാതിരിക്കാൻ ഇപ്പൊ മാർക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, മനസ്സിലായ? അപ്പൊ മോൾക്ക് ഇപ്പൊ മിസ്റ്റേക്ക് മനസ്സിലായി, ഈ മിസ്റ്റേക്ക് ഇനി മോള് വരുത്തില്ല. ആ ആ പ്രൈം മനസ്സിലായില്ല മോള് ചോദിച്ചതിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി, ഒന്നുകൂടി പറയോ? അത് സാറ് വരുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു തന്നാൽ മതി. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ മോള് ചോദിച്ചോ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ അത് പഠിപ്പിക്കും സാർ. അടുത്ത ക്ലാസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും അത് പഠിപ്പിക്കും, ഡോണ്ട് വറി. ഓക്കെ, അന്ന് നമ്മൾ വലിയ നമ്പേഴ്സിന്റെ ഒക്കെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം നമ്മൾ പഠിക്കും. ക്യൂബൊക്കെ കാണണമെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ടൊക്കെ കാണണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യണം. അന്ന് പഠിച്ചാ പോരെ? യെസ്, ഓക്കെ. നിത ഡൗട്ട് ആണോ? നിത അംബ്രോസ് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ തംസപ്പ് കാണിക്കുക. യെസ്, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും റേസ് ഹാൻഡ് ചെയ്ത് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഡൗട്ട് ഉള്ളവരും അങ്ങനെ കൈവെക്കാനല്ല, നിങ്ങളുടെ ചാറ്റ് ബോക്സിന്റെ അവിടെ ഒരു റേസ് ഹാൻഡ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ശ്രേയ അലക്സ്, ഓക്കെ. ആ സോറി, സിൽവി അലക്സ്. ആ എന്താണ് ചോദിച്ചോ? ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതാണ്? റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ഇതാണോ? ആ ഇതെല്ലാം എഴുതിയിട്ടുണ്ടാ? മാർക്ക് കൊടുത്തോ കൊടുക്ക്. അമ്മയായിട്ട് കലിപ്പായി. ഓക്കെ, അമ്മ കൊടുത്തോ, പാവല്ലേ, നമ്മുടെ നിതയല്ലേ. ഇതെല്ലാം എഴുതിയിട്ടുണ്ടാവണം കേട്ടോ, ഒരെണ്ണം പോലും ഇല്ലാതിരിക്കരുത്. ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ മാർക്ക് കൊടുക്കണ്ട. ഇതെല്ലാം എഴുതിക്കണം. 1 2 3 4 5 ഓപ്ഷൻ ഉണ്ടാവണം. ഓക്കെ, എന്നാ മാർക്ക് കൊടുത്തോ, ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി സിൽവി ചോദിച്ചോ. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്തിരിക്കണം കേട്ടോ നിത, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഡൗട്ട് ഇല്ല, ക്ലാസ് ഡൗട്ട് കേൾക്കാനിരിക്കാന്ന് വിചാരിക്കും, ചിലപ്പോൾ ചോദിക്കാൻ വിട്ടു, അതുകൊണ്ടാണ്. അപ്പൊ സിൽവി ചോദിച്ചോടാ. അതായത് ഇപ്പൊ ഏത് പോയിന്റ് ഉള്ള നമ്പർ സാർ അതെ ഇപ്പൊ 0.5 കാണിക്കുന്നില്ല, വേറൊരു നമ്പർ കാണിക്കാണ്. ഇപ്പൊ അതെ 1.3 സ്ക്വയർ കാണണം. ഓക്കെ, അപ്പോ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ട്? അപ്പോ നമ്മുടെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് ഇതിന്റെ ട്വൈസ് നമ്പർ ഓഫ് പ്ലേസസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് വരണമെങ്കിൽ 1 × ട്വൈസ് എത്രയാണ്? 1 × 2 എത്രയാണ്? 2. അപ്പൊ 2 പ്ലേസസ് ഉണ്ടാവും പോയിന്റ് കഴിഞ്ഞ്. സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ 0.25 ആണെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഇല്ലേ? അപ്പൊ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസസ് ഉണ്ടാവും? 4 പ്ലേസസ് ഉണ്ടാവും. ഇത് ക്ലിയർ ആയ? സംശയമില്ലല്ല. ഇനി പോയിന്റ് ഇല്ലെന്ന് അങ്ങോട്ട് ഇമാജിൻ ചെയ്യാം. 13ന്റെ സ്ക്വയർ എത്രയാണ്? പറ. 13ന്റെ സ്ക്വയർ 13 × 13. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് 1 തൊട്ട് 20 വരെയുള്ള സ്ക്വയർ പഠിക്കണം, മല മറിക്കണം. 169. ആ 169 എങ്ങനെ എഴുതണം? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് എഴുതാം. അപ്പോ 9 6. ഇനി ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അപ്പൊ പോയിന്റിന് മുൻപാക്കി എഴുതാം. ക്ലിയർ ആണ്? 0.25. 25ന്റെ സ്ക്വയർ എത്രയാണ്? പോയിന്റ് ഇല്ലാത്ത സ്ക്വയർ. ആ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതാം. 5 2 6. ഇവിടെ പ്ലേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കണില്ല, അവിടെ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ പോയിന്റിന് മുൻപും 0 ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ മോളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മേക്ക് പ്ലേസസ് ആഫ്റ്റർ decimal point
മേക്ക് അല്ല ടേക്ക് പ്ലേസസ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് ട്വൈസ്. സെക്കൻഡ് സ്റ്റെപ്പ് റൈറ്റ് സ്ക്വയർ ഓഫ് നമ്പർ without decimal point from left to right. Sorry, right to left. Right to left. ഓക്കെ, ഇത് മോൾക്ക് മനസ്സിലാകാൻ വേണ്ടി സാർ എഴുതി തന്നെ കേട്ടോ. ഗ്രാമർ ഒന്നും നോക്കണ്ട, പിന്നീട് റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ട്വൈസ് എന്നുള്ള വാക്ക് എടുക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. നമ്പർ ഓഫ് പ്ലേസസ് ട്വൈസ് ചെയ്യാം, അതേപോലെ തന്നെ പ്ലേസസ് ആഫ്റ്റർ ഡെസിമൽ ട്വൈസ്, അതേപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് എഴുതി വരാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഏത് ഡെസിമൽ നമ്പറിൻ്റെയും സ്ക്വയർ എടുക്കുമ്പോൾ തെറ്റില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. ഇത് നമുക്ക് എക്സാമിന് വരുമോയെന്ന് വെച്ചാൽ അങ്ങനെ എക്സാമിൽ ഒരു സ്റ്റെപ്പിൻ്റെ ഫൈനൽ ആൻസറിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഇത് ആവശ്യം വരും. അതിന് വേണ്ടിയിട്ടാണ് സാറ് പഠിപ്പിച്ചത്. ഓക്കെ, യെസ്. വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ വേറെ ആർക്കും? നിത ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ സിൽവി ബൈ ബൈ, നിത ബൈ ബൈ, ഗുഡ് നൈറ്റ്.